ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ട്യൂഷൻ എടുക്കുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീദേവി ആകെ പേടിച്ച് വിറച്ച് പോവുക കേട്ടോ. അപ്പോൾ അച്ഛനോട് ചോദിക്കാതെ ഇത് ചെയ്യണ്ടെന്നാണ് ഗോമതി പറയണത്. അപ്പോൾ മിത്ര തന്നെ പറയുന്നുണ്ട്, സാരമില്ല അപ്പച്ചി, അങ്കിൾ നിനക്ക് സമ്മതിക്കും, കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന കാര്യമില്ലേ, സമ്മതിക്കാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ശ്രീദേവി വീണ്ടും പറയാനാണ്, അല്ല ബാലച്ചനോട് ചോദിച്ചിട്ട് ചെയ്യായിരുന്നു. സാരമില്ല ശ്രീദേവി ചേച്ചി പേടിക്കാതെ, അല്ലെങ്കിൽ തന്നെ ശ്രീദേവി ചേച്ചി ഞാനും ഒക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നതിന് അങ്കിളിന് എന്താ ഇത്ര കുഴപ്പം? ഒരു തെറ്റും പറയാനില്ല. ഓ, MA-കാരിയല്ലേ, MA ലിറ്ററേച്ചർ ആയിട്ടുള്ള ഒരു ആൾ ട്യൂഷൻ എടുക്കുകയെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. എനിക്കും പേരെടുക്കാം, പിന്നെ ഈ ട്യൂഷൻ സെൻ്ററൊക്കെ ഒന്ന് വലുതാക്കി വലിയ രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണും കേട്ടോ. അവിടെ ഇരുന്ന് ശ്രീദേവി ആകെ ഉരുകി വിയർത്തിട്ട് ശരി ശരി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീനാക്ഷിയും ആകാശം കൂടെ നേരെ കൊച്ചിയിലെത്തിയിട്ടുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ മീനാക്ഷി ജോലിക്ക് പോകാനായിട്ട് സാരിയൊക്കെ ഉടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കുളിച്ച് റെഡിയായി ആകാശം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെറിയൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സംസാരങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് കേട്ടോ. കാരണം അവർ തമ്മിൽ ഇതുവരെയായിട്ടും ആകാശ് പറയുന്നുണ്ട്, നമ്മൾ ഇതുവരെയായിട്ടും ഒറ്റയ്ക്ക് നല്ല രീതിയിലൊരു ഹണിമൂൺ ആഘോഷിക്കാൻ പോലും പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ വീണ് കിട്ടി, ഇത് നല്ലൊരു ചാൻസ് അല്ലേ നമുക്ക്, എന്തായാലും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. കൊച്ചിക്ക് വരാൻ കിട്ടിയത് തന്നെ നല്ലൊരു ചാൻസാണ്. ശരി ശരി, എനിക്കെന്തായാലും ജോലിക്ക് പോകണമല്ലോ രാവിലെ. അതെ, പിന്നെ അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. മീനാക്ഷി നല്ല അടിപൊളി ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് വരുമ്പോൾ അത് ആകാശിന് വല്ലാത്ത ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. അങ്ങനെ മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് വെച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഫോൺ വരുന്നത് കേട്ടോ. നോക്കുമ്പോൾ അച്ഛനാണ്. ഒരു സമയത്ത് അച്ഛൻ തന്നെ വിളിച്ചല്ലോ. അങ്ങനെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ തന്നെ ബാലൻ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തെടുക്കുക? ഇല്ല, രാവിലെ ഞാൻ റെഡിയായി ഇറങ്ങിയതേ ഉള്ളൂ. മീനു എന്തേ? മീനു പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആവുന്നു. ശരി, അപ്പോൾ നീ കോഴിക്കോട് പോകുന്ന കാര്യം എന്തായി? അല്ല അച്ഛ, അതെ കോഴിക്കോടെ ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അവിടെയൊക്കെ കടയടപ്പെന്നാണ് ഞാൻ അറിഞ്ഞത്. ആണോ, കടയടപ്പോ? എന്നാൽ ഒരു കാര്യം ചെയ്യ്, കൊച്ചിയിൽ തന്നെ ഉള്ള കടകളിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതൊന്ന് നീ അന്വേഷിക്കണം. വെറുതെ അവിടെ കയറി ഇരുന്ന് കളയരുത്, പറഞ്ഞ മനസ്സിലായാലോ. ശരി അച്ഛ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുക കേട്ടോ. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ ആകാശേ, പണി കിട്ടിയോ? പണി കിട്ടി. എന്ത് ചെയ്യാൻ, നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പോൾ എന്നെ ഓഫീസിലേക്ക് കൊണ്ടുവിടാൻ പോലും ആകാശിന് പറ്റില്ല എന്നർത്ഥം. അതേടി, എന്തായാലും സാരമില്ല, ഞാൻ പൊക്കോളാം ആകാശേ. ആകാശ് ചെല്ലേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകിട്ട് സമയമുണ്ടല്ലോ, വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് എല്ലായിടും ഒന്ന് അടിച്ച് പൊളിക്കാനൊക്കെ പോവാം. ശരി. അപ്പോൾ മീനാക്ഷിയോട് ആകാശ് ചോദിക്കാം, എടി ഇത്ര കൂളായിട്ട് നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നു? കൂളായിട്ട് സോൾവ് ചെയ്തല്ലേ പറ്റുള്ളൂ ആകാശേ. ഞാൻ എന്തെങ്കിലും സങ്കടം പറയുമോ, അല്ലെങ്കിൽ ഇതിന് പരിഭവിച്ചിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിൽ കാണിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ നീ എത്രയൊക്കെ സങ്കടപ്പെട്ടാലും ദേഷ്യം കാണിച്ചാലും ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ്. ശരി, എന്തായാലും ആകാശ് ചെല്ലും, ഞാനും പോവാമെന്ന് പറഞ്ഞ് മീനാക്ഷി പോകുമ്പോൾ ആകാശ് വിഷമിച്ച് നിൽക്കുക കേട്ടോ. മീനാക്ഷി ഒറ്റയ്ക്കല്ലേ പോണേ. എന്തായാലും ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് മീനാക്ഷി തിരിഞ്ഞിട്ട് ഓടി വന്ന് ആകാശിനൊരു ഉമ്മ കൊടുത്തിട്ടാണ് പോകുന്നത്. അത് ആകാശിന് വലിയ സന്തോഷമാവും കേട്ടോ. അങ്ങനെ അവരുടെ സന്തോഷം അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണമംഗലത്ത് എല്ലാവർക്കും നല്ല പ്രശ്നത്തിലാണല്ലോ. അവിടെ 5 കോടിയുടെ കടക്കണിയിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ആലോകിനെ പറഞ്ഞ് വിട്ടിരിക്കുകയാണ് ബാങ്കിൽ ലോണിൻ്റെ കാര്യം അന്വേഷിക്കുക. ആലോക് അതെല്ലാം അന്വേഷിച്ചിട്ട് തിരിച്ച് വന്നിട്ട് വീട്ടുകാരോട് സംസാരിക്കാൻ കേട്ടോ. ആനന്ദനോടും അച്യുതനോടും ഒക്കെ, അച്ഛാ ലോണിൻ്റെ കാര്യം ഉടനെ സാങ്ഷനായി കിട്ടും, ഏകദേശം 5 കോടി തന്നെ കിട്ടുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈട് വയ്ക്കണം, നമ്മുടെ യൂണിറ്റ് തന്നെ ഈട് വയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും അന്തം വിട്ടുപോയോ, അതിപ്പം വെച്ചാൽ എങ്ങനെയാണ്, ഇനി ഒരു പക്ഷേ ലോൺ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അതും കൂടെ എടുത്തിട്ട് പോവും ബാങ്കുകാർ. അപ്പോൾ അനന്തം പറയുന്നുണ്ട്, വയ്ക്കണം, വച്ചേ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെല്ലാത്തിനും ഉത്തരവാദി അലോക് മാത്രമാണ്. അലോകിൻ്റെ ഒരു പിടിപ്പില്ലായ്മ കാരണമാണ് ഇവിടം വരെ കൊണ്ടെത്തിച്ചെന്ന് പറയുമ്പോൾ രാജശ്രീക്ക് ദേഷ്യം വരിക കേട്ടോ. അത് ശരി, ഇനിയിപ്പോൾ എൻ്റെ മോനെ പറഞ്ഞോളണം, അല്ലാതെ പിന്നെ അവനും അവൻ്റെ ഒരു കൂട്ടുകാരൻ മിഥുൻ, അവനും കൂടെ ചേർന്ന് തന്നെ കുറേ പണിക്കാരെയും നമ്മുടെ ജോലിക്കാരെയൊക്കെ ഒതുക്കാനും ഒതുക്കി തീർക്കാനും ഒക്കെ നോക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട രാജശ്രീ എന്ന് പറയുക. അപ്പോൾ രാജശ്രീ ഉടനെ അലോകിന് ദേഷ്യം വന്ന് വാതുറക്കാൻ പോണതും അച്യുതൻ കണ്ണ് കാണിക്കുകയാണ്, ഇപ്പം നീ ഒന്നും മിണ്ടരുതെന്ന്. അപ്പോൾ രാജശ്രീ പറയാം, അപ്പോൾ മീനാക്ഷി ഒന്നും ഒരു കുഴപ്പമില്ലല്ലേ? മീനാക്ഷിക്ക് ഒരു കുഴപ്പമില്ല. അന്നേരം തന്നെ അനന്തൻ എണീറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, രാജശ്രീ ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. മീനാക്ഷി അല്ല ഇതിൽ തെറ്റുകാരി. മീനാക്ഷിയുടെ സ്ഥാനത്ത് വേറെ ആരിരുന്നാലും ശരി തന്നെ ഇതേ നടക്കുകയുള്ളൂ, അല്ലാതെ മീനാക്ഷി മാത്രം തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഇപ്പം അങ്ങോട്ടാണ് ചായ്വ്. അല്ല, എല്ലാവരുടെയും മനസ്സ് മാറി തുടങ്ങിയല്ലേ ഏട്ടത്തി പോലെ. അപ്പോൾ തന്നെ വീണ്ടും ആനന്ദം പറയുന്നുണ്ട്,
രാജശ്രീ വിചാരിക്കണ പോലെ എൻ്റെ മോൾ അപ്പുറത്തോട്ട് ഇറങ്ങി ഓടിപ്പോയി എന്നും പറഞ്ഞ് അവരോടത്ത് സിമ്പതിയും സ്നേഹവും കാണിക്കാനൊന്നും ഞാനില്ല. ഇറങ്ങിപ്പോയി തന്നെ അവളെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് തേടി പിടിച്ച് അങ്ങോട്ട് പോയി അവരെ ഉപദ്രവിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അതിലാരും തയ്യാറാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഇട്ട് വിട്ട കാര്യം അതോടെ വിട്ടേക്കണം. ഇനി അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. ഇവിടുത്തെ കാര്യം മാത്രം ഇനിയിപ്പോൾ നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ഥാപനം ഇതിൽ ഇപ്പോൾ 5 കോടി ഇറക്കിയാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം ഒന്നൊന്നായിട്ട് പെടും. അപ്പോൾ രാജശ്രീ വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെ ബാങ്കുകാർ ഇത്ര ഈട് വെക്കണമെന്നും നിർബന്ധം പിടിക്കാനും വേണ്ടിയിട്ട് നമ്മളെ നല്ല ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ കമ്പനികളിലല്ലേ നമുക്കുള്ളത്, ഇത്ര വിശ്വാസമില്ലായ്മ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഇയാൾ പറയണത് കേട്ടോ. പുറത്ത് എന്തൊക്കെയാണ് നടക്കണമെന്ന് നമ്മുടെ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിൻ്റെ ചെവിയിൽ എത്തുന്നില്ല അല്ലേ രാജശ്രീ? ഇതൊക്കെ കുറച്ച് അറിയണം. പിന്നെ അമ്മ എന്താ ഇവിടെ മിണ്ടാതിരിക്കണേ? അമ്മയും ഇതിലെ ബോർഡ് മെമ്പറല്ലേ, അമ്മയ്ക്കൊന്നും സംസാരിക്കാനില്ലേ? ഞാൻ എന്ത് സംസാരിക്കാനാണ്? നിങ്ങളെല്ലാവരും കൂടെ ചെയ്യുന്നു, തീരുമാനിക്കുന്നു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? ഇനിയിപ്പോൾ ലോൺ എടുത്തേ പറ്റുള്ളെങ്കിൽ ലോൺ എടുത്ത് തന്നെ ചെയ്യണം. അതുപോലെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്. അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നല്ലത് എന്നും പറഞ്ഞിട്ടാണ് അവർ പോകണേട്ടോ. അകത്ത് പൂജാമുറി ചെന്നിട്ട് അവർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശ്വര, എല്ലാം നല്ലപടിയായിട്ട് വരുത്തി തരണേ. ഇത്രയും കാലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. കമ്പനിയും കൈ തകർന്നു പോയാൽ ആകെ പോവും മൊത്തത്തിൽ. ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു സന്തോഷം അനുഭവിച്ചിട്ടില്ല, എല്ലാം ഉണ്ടെങ്കിലും. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ നിന്ന് എന്നെ തുണയ്ക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴാണ് രാജശ്രീ വീണ്ടും വന്നിട്ട് അമ്മയോട് പറയാം, ഓ അമ്മ ഇവിടെ നിന്നങ്ങ് വലിയ പ്രാർത്ഥനയിലാണല്ലോ. ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ലമ്മേ. പിന്നെ ദൈവങ്ങളെ സരസ്വതിയും ലക്ഷ്മി ദേവിയും ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. അമ്മ വിളിക്കേണ്ടത് ഗോമതി, മീനാക്ഷി, മിത്രയെന്നൊക്കെയാണ് വിളിക്കേണ്ടത്. അവരൊക്കെയാണ് അനുഗ്രഹം ചൊരിയേണ്ടത്, അല്ലാതെ ഇവരൊന്നും അല്ല എന്നും പറഞ്ഞ് കളിയാക്കാട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്കറിയാം നിൻ്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. നീ ആരെയും കുറ്റപ്പെടുത്തിയും കളിയാക്കുകയും ഒന്നും വേണ്ട. അവരൊക്കെ നല്ല മനസ്സാക്ഷിയുള്ളവർ തന്നെയാണ്. അവരോടൊന്നും പ്രാർത്ഥിക്കാതെ തന്നെ നല്ല കനിവ് കാണിക്കുന്നവരും തന്നെയാണ്. നീയാണ് ദുഷ്ടത്തരവും കാര്യങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത്. ദേ അമ്മേ, എന്നെ വന്നും പറഞ്ഞാലുണ്ടല്ലോ, എന്താടി നിനക്ക് കുഴപ്പം? അപ്പുറത്തെ വീട്ടിൽ ആനന്ദിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി നീയും നിൻ്റെ മോനും അവൻ്റെ കൂട്ടുകാരനും കൂടെ ഇവിടെ എന്തൊക്കെ പണിയാണ് ചെയ്ത് കൂട്ടിയെന്നുള്ളത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയണത്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ആ ദേവമംഗലത്തുള്ളവരും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നീയൊക്കെ കാണിച്ച പരിപാടി. എന്നിട്ട് എന്തായി? എന്തെങ്കിലും നിനക്കൊക്കെ തടസ്സപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നിൻ്റെ മോൻ്റെ കല്യാണം നേരെ നടന്നോ? അതുമില്ല. അപ്പം നഷ്ടങ്ങളും കഷ്ടതകളും വന്നുകൊണ്ടിരിക്കുന്നത് നിൻ്റെ കുടുംബത്തിലാണ്, അല്ലാതെ അവർക്കല്ല. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക. പിന്നെ അവരോട് ദേഷ്യവും വൈരാഗ്യം ഒന്നും വച്ചുകൊണ്ട് നടന്നിട്ട് ഒന്നും കാര്യമില്ല. അവരനുഭവിക്കും. അവൾ കരയണം, ഞാൻ കാണും എന്നും പറഞ്ഞ് വീണ്ടും രാജശ്രീ അത് തന്നെയാണ് അമ്മയോട് പറയുന്നത് കേട്ടോ. എന്ത് കാണാനാടി ഉള്ളത്? ഇത്രത്തോളം കണ്ടത് നിനക്ക് മനസ്സിലായില്ലേ? ഇത്രയൊക്കെ കാണിച്ചിട്ടും അവർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നിനക്കല്ലേ സംഭവിച്ചത്, നീ വീണ്ടും ചിന്തിക്കടി എന്ന് പറയുമ്പോൾ ദേഷ്യം വരാൻ കേട്ടോ രാജശ്രീക്ക്. അവസാനം അമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് രാജശ്രീ ദേഷ്യം പിടിച്ച് പോവാണ്. അങ്ങനെ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ മിത്രയും ഗോമതിയും കൂടെ സംസാരിച്ചിരിക്കാം. മിത്ര ഫോണിൽ എന്തോ റീൽസൊക്കെ കണ്ട് പൊട്ടിച്ചിരിച്ചിരിക്കുമ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നത്. എന്താ മോളെ ഫോണിൽ ഇങ്ങോട്ട് വന്നേ, അപ്പച്ചി ഒന്ന് കാണിച്ചുതരാം, ഇതൊന്ന് കണ്ടേ, ചിരിക്കാൻ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഗോമതി വലിയ ഗമയിട്ട് പറയാം, എനിക്കൊന്നും കാണണ്ട, ഞാനേ അമ്മായിയമ്മയാ, നിൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ട് ചിരിച്ചാലേ ഉള്ള വിലയും കൂടെ പോവും. ഓ അത് ശരി, അങ്ങനെയാണോ? എന്നാൽ പിന്നെ അപ്പച്ചി വരണ്ട, ഞാൻ മാത്രം കണ്ട് ചിരിച്ചോളാന്ന് പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ. വീണ്ടും ഗോമതിക്ക് അത് കണ്ടോളാൻ വയ്യ. അങ്ങനെ അടുത്ത് ചെന്നിട്ട് മിത്രേ നോക്കട്ടെ, ഞാനിത് കണ്ടതുകൊണ്ട് നിനക്ക് എന്നോടുള്ള വിലയൊന്നും കുറഞ്ഞു പോവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണാം. ഓ എന്നാൽ പിന്നെ കാണുക എന്നും പറഞ്ഞ് അപ്പച്ചിക്ക് അത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി ചിരിച്ച് രസിച്ചിരിക്കുമ്പോഴാണ് ശ്രീദേവി വലിയൊരു ബിഗ് ഷോപ്പറൊക്കെ ആയിട്ട് എടുത്തൊക്കെ വെക്കുന്നുണ്ട്. അതിനകത്ത് ടിഫിൻ കരിയറൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ന് സാധാരണ ഒരെണ്ണമാണ് കൊണ്ടുപോകുന്നത്, ഇന്ന് 2 എണ്ണമാണ്, ഒരു വലുതും ഒരു ചെറുതും. അന്നേരം തന്നെ ഗോമതി ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ ഇത്, നീ എത്ര എണ്ണമായി കൊണ്ടുപോകുന്നത്? ഇവിടെയുള്ള ചോറെല്ലാം കെട്ടിക്കൊണ്ട് പോവാണോ നീ? അതല്ല, ചോറ് കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്നു, പക്ഷേ ഞാനിന്ന് അച്ഛനും കൂടെ ഉള്ളതാണ് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഗോമതി അന്തം വിട്ടു പോവാട്ടോ. അമ്മേ കൈവിട്ട് പോയിന്ന് മിത്ര, ദേ കണ്ടോ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അമ്മയുടെ സ്ഥാനം മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഗോമതി പറയാം, നീ എന്തിനാ ഇത് കൊണ്ടുപോകണത്? ബാലേട്ടൻ ഇവിടെ ഉച്ചയ്ക്ക് വന്നിട്ടല്ലേ ആഹാരം കഴിക്കണത്? അതെ അതൊക്കെ ശരി തന്നെയാണ്, ഈ ചൂടത്ത് അവരിങ്ങോട്ട് വരുന്നത് ശരിയാണോ അമ്മേ? അവിടെ അതുമാത്രമല്ല, ഇത് രാമേട്ടനുള്ള ഭക്ഷണവും ഒക്കെയുണ്ട്. ഓ അത് ശരി, അപ്പോൾ നീ എല്ലാവർക്കും ഉള്ളത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണോ? അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് കഴിക്കാനൊന്നും വേണ്ടേ? അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടമ്മേ. ഓരോരുത്തരായിട്ട് വന്ന് കഴിച്ച് പോകുമ്പോൾ തന്നെ വെയിലും കൊണ്ട് വിഷമിച്ച് പോകുന്നതിനേക്കാളും ഞാൻ ഒരാൾ അങ്ങോട്ട് പോയാൽ പോരെ? നീ എങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്?
ഞാനൊരു ഓട്ടോ പിടിച്ചങ്ങ് പോകുമെന്ന് പറയാം കേട്ടോ ജംഗ്ഷനിൽ. ദേ ശ്രീദേവി, ഞാൻ പറയണ കേൾക്ക്, നീ പോകണ്ട, ഒന്നും മിണ്ടാതിരിയമ്മേ, ഞാൻ അവർക്ക് ഊണൊക്കെ കൊണ്ട് കൊടുക്കട്ടെ, നല്ല ചൂടോടെ അവർ കഴിക്കട്ടെ എന്നും പറഞ്ഞ് ഗോമതിയുടെ വാക്ക് കേൾക്കാണ്ട് നേരെ ശ്രീദേവി എല്ലാം പൊക്കി പിടിച്ചും കൊണ്ട് നേരെ പോവാട്ടോ. അങ്ങനെ പതിവില്ലാതെ കടയിൽ വെച്ചിട്ട് മീനാക്ഷി ശ്രീദേവി അവിടെ ചെല്ലുമ്പോൾ ബാലന് അത്ഭുതം തോന്നണം കേട്ടോ. അങ്ങനെ ബാലച്ചന് ചോറും കൊണ്ട് വന്നതാന്ന് പറയുമ്പോൾ ഇതുപോലൊരു സന്തോഷമില്ല. എന്നാലും മോൾ എന്തിനാ ഈ വെയിലത്തീനെ വന്നേന്ന് ചോദിക്കുമ്പോൾ, ഇല്ലച്ചാ, ഞാനേ ഓട്ടോയിലാണ് വന്നത്, എന്നാലും ഇതൊന്നും പതിവില്ലാത്തതല്ലേ. അത് ശരി, ഇതൊന്നും പതിവില്ലേ? ഇത്ര നാൾ അമ്മ ഇവിടെ ചോറൊന്നും കൊണ്ടുവന്നിട്ടില്ല? ഏയ്, ആ ഗോമതി ആകെ 1-2 പ്രാവശ്യം കടയിൽ തന്നെ വന്നിട്ടുള്ളൂ, പിന്നെയല്ലേ. എന്നാൽ ആ ശീലങ്ങളൊക്കെ മാറ്റണം വെച്ചാ. അച്ഛൻ ഈ വെയിലും കൊണ്ട് അങ്ങറ്റം വരെ വരുന്നത് എന്തിനാ? വരണം, പിന്നെ തിരിച്ചിവിടെ വരെ വരണം, പിന്നെ ഓരോരുത്തരായിട്ട് പോകണം, എന്തിനാണ്? അതിനേക്കാളും ഞാൻ ഒരാൾ ഇവിടെ കൊണ്ട് തരുമ്പോൾ എല്ലാവർക്കുള്ള ഭക്ഷണം കഴിക്കാമല്ലോ. രാമേട്ടനുള്ള ഭക്ഷണം ഇതിലുണ്ട്. ഓ, ആള് നീ മിടിക്കുകയാണല്ലോ എന്ന് രാമേട്ടൻ പറയാട്ടോ. പിന്നെ ബാലച്ച, ഞാനിവിടെ വന്നതേ ഇവിടെ കടകളൊക്കെ ഒന്ന് കാണാമല്ലോ, ഇതിനകത്തൊക്കെ ഞാനൊന്ന് കയറി നോക്കിക്കോട്ടെ. അതിനെന്താ, മോള് നോക്കിക്കോ. അങ്ങനെ കടയെല്ലാം ചുറ്റി നടന്നൊക്കെ ധർമ്മൻ്റെ കൂടെ നിന്ന് കാണുകയാണ് കേട്ടോ. കൊള്ളാലോ, എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അല്ലേ, സെറ്റപ്പാണല്ലോ ബാലച്ചാന്ന് പറയാം. അതേ മോളെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ധർമ്മൻ എന്താ വിട്ട് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ബാലനോട് വീണ്ടും പറയുന്നുണ്ട് ശ്രീദേവി, അച്ഛാ ഇനി എന്ന് ഞാൻ തന്നെ അച്ഛന് ചോറ് കൊണ്ടുവരും, അച്ഛൻ ഇനി ഇങ്ങോട്ട് വരണ്ട കേട്ടോ, വെറുതെ കഷ്ടപ്പെടണ്ട. അയ്യോ മോളെ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞിട്ടും ശ്രീദേവി അത് തന്നെ പറയാണ്. അപ്പോൾ പെട്ടെന്ന് ബാലൻ പറയാം, കണ്ടോ രാമേട്ടാ, എൻ്റെ ഒരു ഭാഗ്യമോ എനിക്ക് ഇതുപോലൊരു മരുമോളെ കിട്ടിയത്. ഓരോ മരുമക്കളാണെങ്കിൽ ഇത് വല്ലതും ചെയ്യോ? ഒരു കാര്യം ചെയ്യും, നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, മോളെ ഞാൻ പിന്നെ കഴിച്ചോളാം, നീ അവർക്ക് കൊടുക്ക്. അത് വേണ്ട ചാ, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക, ഞാൻ വേണമെങ്കിൽ കടയിലെ മറ്റുള്ള കാര്യങ്ങളും കണക്കുമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുക. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അയ്യോ വേണ്ട, മോൾ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്? എല്ലാ കാര്യത്തിലും മോൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇടപെടുന്നത് എന്ന് ബാലൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഉടനെ ശ്രീദേവി പറയണം, അതല്ല, എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടേ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വച്ചാ. അതിൽ എൻ്റെ ഒരു സഹായം കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസമാവുമല്ലോ, അതെനിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചെയ്യുന്നതും ഇടപഴകുന്നതും. പിന്നെ വീട്ടിൽ ഞാൻ വെറുതെ തന്നെയല്ലേ ഇരിക്കുന്നേ? വെറുതെ ആണോ നീ ഇരിക്കുന്നത്? കണ്ടോ രമേട്ട, അവൾ പറയുന്നത് വീട്ടിൽ രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ വീട്ടിലെ എല്ലാ പണിയും ഇവൾ തന്നെ ചെയ്യുന്നത്, എന്നിട്ട് പറയണ വെറുതെ ഇരിക്കുകയെന്ന്. ഓ അത് ശരി, അപ്പോൾ ഗോമതിക്ക് ഇപ്പോൾ റെസ്റ്റിലാണല്ലേ എന്ന് രാമേട്ടൻ ചോദിക്കുമ്പോൾ, അവളിപ്പോൾ ഏകദേശം റെസ്റ്റ് പോലെ തന്നെയാണ്. അമ്മ റെസ്റ്റ് എടുത്തോട്ടെ, അതിന് കുഴപ്പമില്ല ബാലച്ച, ഞാൻ എന്തായാലും ദിവസവും ഇങ്ങോട്ട് കടയിലോട്ടൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണു. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മോളെ എന്ന് ബാലൻ പറയാട്ടോ. അവസാനം ബാലൻ പറയാം, മോളൊരു കാര്യം ചെയ്യും, ധർമ്മനും മാമനുമായിട്ട് ചെന്ന് ആഹാരം എടുത്തു കൊടുക്കുക, അവർ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ കഴിക്കാം. ശരി അച്ഛാ എന്നും പറഞ്ഞ് പോവുക. അപ്പോൾ ധർമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ, ഉച്ചയ്ക്ക് അളിയൻ ഉണ്ണാൻ പോണ സമയം മാത്രമാണ് ഇത്തിരി സമാധാനം സ്വൈര്യത്തോടെ ഇവിടെ ഞാൻ ഇരുന്നത്, ഇനിയിപ്പോൾ അതും ഇല്ലാണ്ടാക്കിയല്ലോ നാശം പിടിക്കാൻ എന്ന് വിചാരിക്കട്ടോ. അങ്ങനെ അവർ ഊണ് കഴിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ബാലൻ മനസ്സ് നിറഞ്ഞ് നിൽക്കുകയാണ്. മരുമകളുടെ ഈ ഒരു കെയറിങ് കണ്ടിട്ട് ഇത് അഭിമാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.